ലൈഫ് ഇസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ്. അപ്പം വലിയൊരു സെലിബ്രേഷനുമായിട്ടാണ് തിയേറ്റേഴ്സിൽ ആഘോഷം എത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സെൻറ്റർ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. റോസ്മിൻ, വലിയൊരു കാസ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ധ്യാനിനെ നമ്മൾ കാണുന്നു. ടോട്ടൽ ആഘോഷമാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നരേൻ്റെ തോന്നിയത് എന്താണ്? വി നോ ഹി സച്ച് എ വെഴ്സറ്റൈൽ ആക്ടർ. എന്നാലും കൂടെ വർക്ക് ചെയ്തപ്പോൾ വാട്ട് യു ഫെൽറ്റ്? വൺ ക്വാളിറ്റി ദാറ്റ് യു വോണ്ട് ടു സ്റ്റീൽ ഫ്രം ഹിം. നരേനിൽ നിന്ന് മോഷ്ടിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ അത് ഏത് ക്വാളിറ്റി ആയിരിക്കും മോഷ്ടിക്കാം? ആക്ച്വലി ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റീൽ എനിത്തിങ് ഫ്രം ഹിം. Really? നരൻ ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. സോ അതൊന്നും ഞാൻ സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് ഇൻകംപ്ലീറ്റ് ആവാനുള്ളൊരു അതുകൊണ്ടൊന്നും കട്ടെടുക്കുന്നില്ല. പക്ഷേ ഈസ് എ ഗുഡ് മാൻ. എങ്ങനെയാ പറയാം, ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ സിനിമേനെ പറ്റിയിട്ടും, ഞാൻ ന്യൂ ടു ഇൻഡസ്ട്രി ആണല്ലോ, അപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും, ഒരുപാട് കഥകൾ പറയും, പിന്നെ തമാശകൾ നല്ലോണം പറയും. സോ ഹീസ് ലൈക്ക് സൂപ്പർ കൂൾ, സൂപ്പർ സ്വീറ്റ്. യെസ്. ആൻഡ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മക്ബുൽ, എന്താണ് ഒരു കാര്യം നരേൻ്റെത് സ്റ്റീൽ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും കട്ടെടുക്കുക? ഞാൻ മൊത്തത്തിൽ കട്ടെടുക്കും. മൊത്തത്തിൽ എടുത്തോണ്ട് ഓടുകയാണ്. ലൈക്ക് ഹീ സോ സ്വീറ്റ്. കാരണം നമ്മൾ നരേൻ ബ്രോനെ പരിചയപ്പെടുമ്പോൾ വരെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഹീസ് ലൈക്ക് എ സൂപ്പർ സ്റ്റാർ. നമുക്ക് എങ്ങനെ സംസാരിക്കും, നമ്മുടെ അടുത്ത് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മിസ് ചെയ്യാൻ തുടങ്ങുന്നൊരു ആളില്ലെങ്കിൽ നമുക്കൊരു മിസ്സിങ് ഫീൽ വരുന്നൊരു ക്യാരക്ടറാണെന്ന് മനസ്സിലായി. ലൈക്ക് ഹീസ് വെരി ക്ലോസ് ടു എവ്രി വൺ. ഹീസ് വെരി സ്വീറ്റ് ടു എവ്രി വൺ. ലൈക്ക് വർക്കിൽ ഭയങ്കര സിൻസിയറാണ്. ആ സിൻസിയറിറ്റിയൊക്കെ ഞാൻ മിക്കവാറും സ്റ്റീൽ ചെയ്യും. ഇപ്പോൾ ഇവിടെ നരേബ്രോയുടെ AV കണ്ടപ്പോൾ ഐ വാസ് തിങ്കിങ് ലൈക്ക് നമ്മളുടെ ലൈഫുമായിട്ട് ആ ആക്ടർ, ആ ക്യാരക്ടേഴ്സ്, ആ സിനിമാസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത്. സോ ഹാപ്പി ഷെയറിങ് സ്ക്രീൻ വിത്ത് ദം. ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു സിനിമയിൽ നരേൻ ബ്രോനെ പോലത്തെ ആക്ടർ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഒരു ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. സൂപ്പർ. ഞങ്ങളുടെ താങ്ക് യു മക്ബൂൽ, പറഞ്ഞതിന് വളരെ സന്തോഷം. നമുക്ക് സെപ്പറേറ്റ് ട്രീറ്റ് ഉണ്ട്. അതല്ല, ബീങ് ദ പ്രൊഡ്യൂസർ ഫോർ ദ ഷോ സർ. കാരണം ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് കാരണം നരയനാണ്. കാരണം തമിഴ് സിനിമകളിലായാലും മിഷ്കിൻ്റെയൊക്കെ പടത്തിൽ അന്നത്തെ കാലത്ത് ആക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ചേച്ചിക്ക് എന്നാലും ചേച്ചി എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഒരു സെലിബ്രേഷൻ മൂഡ് എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ? ആദ്യം തന്നെ ഒത്തിരി സന്തോഷം ഈ നല്ല നിമിഷത്തിന്. ആഘോഷം ഏകദേശം 55 ദിവസം ഞങ്ങൾ പാലക്കാട് ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ നന്നായിട്ട്, സത്യം പറഞ്ഞൊരു എൻജോയ്മെൻറ്റും കൂടെ ആയിരുന്നു. ഞങ്ങൾ മടുത്തില്ല. ഞങ്ങളുടെ പ്രകൃതിയുടെ പ്രശ്നവും, അതായത് മഴയായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് ടൈം. ബട്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് അതിനെ ആഘോഷം തന്നെ ആക്കി മാറ്റുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരും ഒരു ദൂരെ നിൽക്കുന്നവരില്ലായിരുന്നു. ഡയറക്ടറാണേലും ഈ ആക്ടേഴ്സ് എല്ലാവരും കൂടെ, ഇപ്പോൾ വരാത്തൊരു ഒത്തിരി പേരുണ്ടല്ലോ, ജോണി ആനിച്ചേട്ടൻ, അജു ഒക്കെ, എല്ലാവരും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പോയ ഒരു നിമിഷമായിരുന്നു. എനിക്ക് അതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നത് പ്രവീൺ മോഹൻ സാർ, അതായത് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തപ്പെട്ട പ്രവീൺ എൻ്റെ ഒരു വളരെ ഏറ്റവും ക്ലോസ്ഡായ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ ചാനലിനൊരു, എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയുള്ള എൻ്റെ ഒരു ആത്മബന്ധം. ആദ്യത്തെ സിനിമ ഞങ്ങളുടെ സ്വർഗം നടന്നു. അതിനുവേണ്ടി എന്തെല്ലാം സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് എനിക്കറിയാം ഒത്തിരിയേറെ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സിനിമ വന്നപ്പോഴും എന്നോട് പറഞ്ഞു എങ്ങനെ പറ്റുമെങ്കിലും ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സിനെ നന്ദിയോടെ ഞങ്ങൾ ആഘോഷം ടീം മുഴുവനും വേണ്ടി ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. അതിന് നല്ലൊരു കൈയടി നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. സാധാരണക്കാർ ഞങ്ങൾ പ്രവാസികളെ, ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ കൂടെ ഒരു മെയിൻ പ്രൊഡ്യൂസറാണ് പ്രിൻസ് ബ്രോസി, അദ്ദേഹം ഓസ്ട്രിയ. ഞങ്ങളുടെ 3-4 പേരുടെ വേറെയുണ്ട്. ഞങ്ങൾ വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, കലയോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു സിനിമ എടുത്തത്. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ നിങ്ങൾ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ അതിന് സ്ഥാനമുണ്ട്. കാരണം വിജയിച്ച് കഴിയുമ്പോഴല്ലേ ഞങ്ങൾ അടുത്തൊരു സിനിമ എടുക്കും. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും ഈ മക്ബൂലൊക്കെ എല്ലാ ദിവസവും കൊണ്ട് ഞങ്ങളുടെ ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുകയാണ്. എല്ലാവരുടെ സ്വപ്നമല്ലേ ഇത് വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് കേട്ടോ. അതാണ് ഫോർ ഷുവർ. ഇത്രയും മാം പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രവീൺ മോഹൻ സാറിനെ കൂടി ഈ ഒരു വേദിയിലേക്ക് കേരള വിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് സപ്പോർട്ട് നൽകി ആഘോഷം ടീമിനോടൊപ്പം അദ്ദേഹം എന്നും ഉണ്ടായിട്ടുണ്ട്. സോ സിനിമയുടെ വിജയത്തിലും അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സോ പ്രവീൺ മോഹൻ സാറ് ഞങ്ങളുടെ ആഘോഷം ടീമിന് വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ആശംസ അറിയിക്കാനായിട്ട് സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോൾ ലിസി പറഞ്ഞ പോലെ ഇത് ആരോട് നന്ദി പറയണമെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ എനിക്ക് കേരളാവശ്യത്തിന് ആഘോഷ ടീമിനോടാണ് നന്ദി പറയേണ്ടത്. എൻ്റെ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിൽ ഇവരെ ഒന്ന് കിട്ടുമോ എന്ന് ഞാൻ ലിസിയോട് ചോദിച്ചു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ആഘോഷത്തിൻ്റെ റിലീസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളത്തെ യാത്ര കഴിഞ്ഞിട്ട് ഇവരെല്ലാം
പലയിടത്തേക്ക് ഇപ്പോൾ യാത്ര പോകുന്നത്. നരനാണെങ്കിൽ മലേഷ്യക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ചെന്നൈയിലായിരുന്നു. റോസ്മേരി ഇവിടെയില്ല. ഇവരെല്ലാം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തി എന്നുള്ളതാണ്. അതിനെ ലിസി കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ആക്ച്വലി അതുകൊണ്ട് നന്ദി പറയേണ്ടത് പിന്നെ ഈ ആഘോഷ ടീമിനോടാണ്, ലിസിയോടാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെ സിനിമയുടെ പുറകിലത്തെ ഒരു മെസ്സേജ്, ഇപ്പോൾ ഈ ചോര കലക്കി ജ്യൂസ് കുടിക്കണം എന്ന് പാട്ടും പാടി നടക്കുന്ന ഒരു തലമുറയ്ക്കുള്ള മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ ഇവിടെയുണ്ട്. അതിനപ്പുറത്ത് ക്യാമ്പസ് ആണെങ്കിലും ഇവരുടെ ആദ്യത്തെ സിനിമയാണെങ്കിലും ഒക്കെ സൊസൈറ്റിക്ക്, ഫാമിലിക്ക്, കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. നല്ലൊരു മെസ്സേജ്. അതല്ലാതെ ഒരു സിനിമയുടെ മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് സിനിമ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവരല്ല ഇവരാരും. പക്ഷേ അതിൻ്റെ ലാഭത്തിനപ്പുറത്ത് സൊസൈറ്റിക്ക് ഒരു നല്ല മെസ്സേജ്, സിനിമ നഷ്ടത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ അത് ഒരു തെറ്റായ സന്ദേശം കൊടുക്കരുതെന്നുള്ള ഒരു വലിയ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ടീമാണിത്. സോ ഈ സിനിമ വിജയിക്കും, ഒരു സംശയവും വേണ്ട. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കേരളാവിഷന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരുമായിട്ട് ഞങ്ങൾ കൂടുതൽ ഇനി സംവദിക്കണം. എല്ലാവരും അതുകൊണ്ട് സ്റ്റേ ബാക്ക് ചെയ്യണം എന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. യെസ്, ഡയറക്ടർ ബോസിൻ്റെ സൈഡിൽ നിന്നും, കാരണം ഇവർ വലിയൊരു സ്കെയിലിലാണ് ആഘോഷം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പേരിൽ തന്നെ ഒരു സെലിബ്രേഷൻ മൂഡുണ്ട്. സോ എന്താണ് ഈ ഒരു മൊമെന്റിൽ വാട്ട് യു ഹാവ് ടു ഷെയർ സർ? പേര് പോലെ തന്നെ ആഘോഷം എന്നുള്ള പേര് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായി ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ നിങ്ങൾ ട്രെയിലർ കണ്ട പോലെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ക്രിസ്മസ് റിലീസാണ് ലക്ഷ്യം വെച്ചത്. അപ്പോൾ ഇന്നലെ പടം റിലീസായിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് വളരെ പോസിറ്റീവായിട്ട് റിവ്യൂസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെയധികം ഫാമിലീസൊക്കെ കയറ്റി ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നു. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷമായി തന്നെ തിയേറ്ററിലേക്ക് എത്തി, ആഘോഷമായി തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ എത്ര പേര് സിനിമ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും തന്നെ ആഘോഷം തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല, നല്ലൊരു പടമായിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു തീർച്ചയായും. സൂപ്പർ, താങ്ക് യു സോ മച്ച്. മ്യൂസിക് ഡയറക്ടർ ഗൗതം ഇസ് ഓൾ ഹിയർ. ഞങ്ങളുമായിട്ട് ഇനിയും സ്റ്റേജിൽ ഉണ്ടാകണം, ഞങ്ങളൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഗേൾസ്, 3 പേരോട് ഒരു ചോദ്യം. നരയൻ്റെ ചിരി ഓർ കണ്ണ്? 3 പേർക്കും ചിരി ഓർ കണ്ണ്? ചിരി. ബാക്കി 3 പേരും കേട്ടോ. നരയൻ ബോസ്, ചിരിയിലാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ മയക്കി ഇടുന്നത്. ഓക്കെ. എന്താണേലും ഞങ്ങളുടെ കംപ്ലീറ്റ് ടീമിനും വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. നരയൻ, റോസ്മേൻ, കംപ്ലീറ്റ് ടീം ഓഫ് ആഘോഷം. ആൻഡ് വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് തിയേറ്ററിൽ ഇതുപോലെ തന്നെ തുടരട്ടെ എന്ന് ഞങ്ങളുടെ കേരള വിഷൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ കംപ്ലീറ്റ്